നമസ്കാരം, വെട്ടർ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. ഭൂമിയുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ എത്തുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മലപ്പുറം വാരിയംകുന്നത്ത് കുഞ്ഞുമുഹമ്മദ് ഹാജി സ്മാരക ഹാളിൽ നടന്ന ജില്ലാതല പട്ടയമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. 2026 ജനുവരിയോടെ ലാൻഡ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. മലപ്പുറം വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സ്മാരക ഹാളിൽ നടന്ന ജില്ലാതല പട്ടയമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഇവിടെ ലഭിക്കുന്ന പട്ടയങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതമാണ് നാം കൈമാറുന്നത്. നമുക്കിതിനകത്ത് വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനായ മനുഷ്യനെ മണ്ണു കൊടുക്കുക എന്ന കർത്തവ്യത്തിൽ ഒരു രാഷ്ട്രീയവുമില്ല. അതാണ് ആത്മാഭിമാനത്തോടെ നാം കാണുന്ന ഈ വേദി നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. 2021 മുതൽ 24 വരെയുള്ള കാലയളവിൽ 36,662 കുടുംബങ്ങൾ മലപ്പുറം ജില്ലയിൽ ഭൂമിയുടെ ഉടമസ്ഥരായി. എല്ലാ മനുഷ്യരെയും ഭൂമിയിൽ ഉടമകളാക്കുക എന്ന മഹാപ്രക്രിയയാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സത്രം ഭൂമി എന്നറിയപ്പെടുന്ന പയ്യനാട് വില്ലേജിലെ 36.49 ഏക്കർ ഭൂമിയുടെ പട്ടയം നൽകുന്നതിലൂടെ ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിനെതിരെ ജനാധിപത്യപരമായ മറുപടിയാണ് കേരളം നൽകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യക്ക് പുറത്തുള്ള 10 രാജ്യങ്ങളിൽ ജീവിക്കുന്ന മലയാളികൾക്ക് നികുതി അടക്കാനും തരം മാറ്റാനും പോക്കുവരവ് നടത്തുന്നതിനും ഉൾപ്പെടെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും നാട്ടിൽ വരാതെയും ബന്ധുക്കളെ ഏൽപ്പിക്കാതെയും നടത്താവുന്ന വിധത്തിൽ സംവിധാനങ്ങൾ മാറുകയാണെന്നും മന്ത്രി പറഞ്ഞു. 6,514 പട്ടയങ്ങളാണ് പട്ടയമേളയുടെ ഭാഗമായി ജില്ലയിൽ കൈമാറുന്നത്. ഇതിൽ 5,303 LT പട്ടയങ്ങളും 91 LA പട്ടയങ്ങളും 1,120 ദേവസ്വം പട്ടയങ്ങളും ഉൾപ്പെടുന്നു. പി ഉബൈദുള്ള MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MLA മാരായ KPA മജീദ്, TV ഇബ്രാഹിം, ആബിദ് ഹുസൈൻ തങ്ങൾ, UA ലത്തീഫ്, ജില്ലാ കലക്ടർ VR വിനോദ്, ADM NM മെഹ്റലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വെട്ടർ ന്യൂസ് മലപ്പുറം.